നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷങ്ങൾ അതിരൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ മധ്യേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. കുവൈതിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു പുറമെ ആഗോള ഊർജ്ജ ഗതാഗതത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വടക്കൻ കുവൈത്തിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഇറാഖിന്റെ തെക്കൻ പ്രവിശ്യയായ ബസ്രയിലും വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാനുമായും കുവൈത്തുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. ഇതേ തുടർന്ന് സമഗ്ര മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാന സമുദ്രപാതകളിൽ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ കനത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിനു നേരെ നടന്ന ആക്രമണം ലോകകുടുംബത്തിന്റെ ക്രൂഡ് ഓയിൽ വിതരണത്തെയും ആഗോള വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് വിപണിലോകം. സംഭവവികാസങ്ങൾ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയും സൂക്ഷ്മമായും നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.